മൂവിയായിരുന്നു, ഒരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു, ടച്ചിങ് ആയിരുന്നു. പിന്നെ സിനിമറ്റോഗ്രഫി നൈസായിരുന്നു. ഫുള്ളി അങ്ങനെ ലാഗൊന്നും ഫീൽ ചെയ്തില്ല. സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണലായിരുന്നു, നൈസായിരുന്നു, ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് എല്ലാവരുടെയും അടിപൊളിയായിരുന്നു, എല്ലാവരും നൈസായിട്ട്. പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അവരൊക്കെ നൈസായിട്ട് ചെയ്തു. നല്ല ലാഗായിരുന്നു സെക്കൻഡ് ഹാഫ്, പക്ഷേ എനിക്കിഷ്ടമായി. സെക്കൻഡ് ഹാഫിൽ അനശ്വരയുടെ ഒക്കെ ലവ് സ്റ്റോറി കുറേ ഇങ്ങനെ നാച്ചുറലായിട്ട് തോന്നി. പിന്നെ എന്തിൽ അർജുന അശോകൻ ചെയ്യുന്ന ഒരു പോർഷനും കൊള്ളാം, നൈസായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വലിയ സുഖമില്ല. മൂവി ആക്ച്വലി നല്ലതാണ്. പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പം ഡയറക്ഷൻ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ പറയാനായിട്ടൊന്നുമില്ല. സ്റ്റോറി കൊള്ളാം, ഭയങ്കര ബോറായിട്ടൊന്നുമില്ല എടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ നെഗറ്റീവ് കമൻസും റിവ്യൂസൊക്കെ വരുന്ന അത്രയ്ക്കും മോശമൊന്നുമല്ല പടം. പടം ആക്ച്വലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ പറ്റും, റിയലിസ്റ്റിക്കാണ്, നല്ല മൂവിയാണ്, എല്ലാവരും കാണണം. ഈ പെർഫോമൻസ് ഇപ്പം അനശ്വര രാജൻ കൊള്ളായിരുന്നു, പിന്നെ മമിത ബൈജു ഒക്കെയാണ്. അർജുന അശോകനൊക്കെ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിമ്പിൾ പാടാണ്, പക്ഷേ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ലാസ്റ്റ് തോന്നി. പക്ഷെ എന്നാലും വലിയ ക്രിഞ്ച് ഫീലൊന്നും തോന്നിയിട്ടൊന്നുമില്ല, കൊള്ളായിരുന്നു. പെർഫോമൻസ് വൈസ് കൊള്ളായിരുന്നു. മറ്റേ ആക്ടറുടെ പേര് എനിക്ക് ഓർമ്മയില്ല, തിങ്കളാഴ്ച നിശ്ചയം പുള്ളിയുടെ നൈസായിരുന്നു. പിന്നെ മറ്റേ സഭയില്ലേ, മറ്റേ ജാനമൻ്റെ അകത്തൊക്കെ റോൾ ചെയ്ത പുള്ളിയുടെ ആക്ടിങ് നൈസായിരുന്നു. പിന്നെ അർജുന അശോക് നീറ്റ് നൈസ് കൊള്ളായിരുന്നു. അനുസരിച്ച് അങ്ങനെ വലിയ ഇത് തോന്നിയില്ലെങ്കിലും കൊള്ളായിരുന്നു. പിന്നെ വേറെ അങ്ങനെ അല്ല, നൈസ് കൊള്ളായിരുന്നു.